ഹലോ ഗൈസ്, ഹായ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്, അടുത്തൊരു വ്ളോഗ് വീണ്ടും വന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ മഹാദേവനുണ്ട്, അമ്മ കിടക്കാണ്, ഒരു പ്രശ്നമാണ്, അമ്മ കിടക്കാണ്. അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടാണ്? വയനാടുമാണ്. വയനാട്ടിലെ അമ്മാൻ്റെ ലാസ്റ്റ് ജേണി കേരള, ലാസ്റ്റ് ജേണി ഇൻ കേരള. അവൻ ഇനി വിയറ്റ്നാമിലായിരിക്കും, വിയറ്റ്നാമിൽ കളികൾ. അപ്പോൾ അവൻ പോണേനെ പോകാൻ ട്രിപ്പ് പോകണം, ജസ്റ്റ് ഒന്ന് കറങ്ങണമെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റായിട്ട് എല്ലാവരും കൂടി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് നേരെ കോഴിക്കോട്. എറണയും ബിയാനും നേരെ വയനാട് റിസോർട്ട്. അപ്പോൾ പിന്നെ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഈ വീഡിയോയിലെ. അപ്പോൾ നമുക്കിനി കറണ്ട് പോയി ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ബൈ. അപ്പോൾ ഗൈസ്, വണ്ടി ഇപ്പോൾ ഞാനാണ് എടുക്കണേ. അമ്മാനെ വയ്യാതെ, അതല്ല സത്യം പറഞ്ഞാൽ അമ്മാനെ ഇടിച്ചിട്ടാണ് വണ്ടി കയറിക്കണത്. അപ്പോൾ ഇവിടെ നേരെ ഇനി കോഴിക്കോട് വരെ ഞാനായി ഓടിക്കാൻ പോണത്. അപ്പോൾ ശരി, അപ്പോൾ ഞങ്ങൾ 2 ദിവസം എടുക്കുമ്പോൾ കോഴിക്കോട് 2 ദിവസത്തില്ല, അത്ര കറക്റ്റ് സമയത്ത് 8:30 എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ കാണും. ഞാൻ 8:30 ഞങ്ങൾ അവിടെ എത്തിയിരിക്കും അല്ലേ, 8:30 എത്താൻ മതി. അപ്പോൾ ശരി, അപ്പോൾ ഞങ്ങളിനി അടുത്ത ചായക്കടലിൽ സ്വന്തം വരാം. ശരി എന്നാ, ബൈ. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ കോട്ടക്കൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ഗാങ്ങിൽ പുതിയതായിട്ട് കയറിയ ആണ് കരികാലിൽ എന്ന് പറഞ്ഞൊരു ഒരു പുള്ളി, പയ്യെന്ന് സോറി, ഒരു പുള്ളി. അപ്പോൾ ഇതുവഴിയാണ് ഞങ്ങൾ പോകണം. അപ്പം പിന്നെ കണ്ടിട്ട് പോകാമെന്ന് വെച്ച് വരാൻ പറഞ്ഞ 5 മിനിറ്റ്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ കരികാലിലേക്ക് എത്തി. ഫുഡ് കഴിക്കാൻ വന്നേക്കാം. അപ്പോൾ ബാക്കി പോകാൻ കരികാലം പോകണം. ബൈ, ചേട്ടാ. ഓക്കെ. 1 hour later. വന്നു, മഹാദേവനും അതേപോലെ അമ്മാനും ഉണ്ട്. ഞാനിവിടെ ബാക്കിലായി. അണ്ടന്റെ പ്രാലം ഞാൻ ഇരിക്കുന്ന ഈശ്വര, മുമ്പില് വേറൊരണ്ടൻ. എന്ത് പറയാനാ കേസ്. കൈസങ്ങ റിസോർട്ടിലെത്തി. കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. ഓപ്പൺ പൂളാണല്ലോ ഇവിടൊക്കെ. എങ്ങനെ തുള്ളുന്നത് കൈസ്? അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, റൂമിലെത്തി. 2 മണിക്ക് ചെക്കിങ് പറഞ്ഞു. അപ്പോൾ ഇവിടെ നേരെ ഇപ്പോൾ എന്തോ ഇവിടെ കൈവാക്കോ എന്തോ പരിപാടി ഉണ്ട്. ഇവിടെ പിന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അവിടെ തള്ളേ വാ, ഷട്ടിൽ കളിക്കാം വാ. വർഷങ്ങളായിട്ട് കളിച്ചിട്ട് അവിടെ ഈ ഓണക്സിൻ്റെ ബാറ്റ് ഇങ്ങനെ ആളക്കണം. ഏകദേശം ഞങ്ങൾ ഷട്ടിൽ കളിക്കാൻ പോണ്. ഏടി സർവിങ്. അയ്യ, മഹാദേവൻ കളഞ്ഞ്. വീണ്ടും PRD സർവിങ്. അമാൻ അടിച്ചു. അമ്മ വേലി. ഇങ്ങനെയല്ല ഞാൻ കാണിച്ചത്, എങ്ങനെ അടിക്കേണ്ടത് കാണിച്ചത്. ഇങ്ങനെ വെക്കുക, അല്ലല്ല, അത് ഫസ്റ്റ് ടച്ചതുകൊണ്ടാ. ഈ കളി അറിയില്ല എനിക്ക്. ഇത് വീഴ്ത്തുന്ന വരെ കളിക്കണം. അങ്ങനെയാ ഇനി തരില്ലത്. സംഭവം ഞാൻ വീഡിയോ എടുക്കുന്നോണ്ടായിരിക്കും ആംഗിൾ കിട്ടാൻ പറ്റും. അതെ അതെ അതെ. തെറ്റിപ്പോയി കൊണ്ടാ വെള്ളയാണ് നമ്മുടെ ലക്ഷ്യം കൈസ്. അയ്യേ, എന്നെക്കാളും അവസ്ഥ നട്ടാൻ പറ്റുമോ ഇങ്ങനെ? ഇല്ല ഇല്ല ഇല്ല, ആ പൗഡറില്ല, അതാണ്. കുഴപ്പമില്ല കുഴപ്പമില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് ദേ അടിച്ചോ. ആറും കയറി പവർ. കടന്നോട്ടെ. ഞങ്ങള് 1 പോയിന്റ് എടുത്തു. 2 പോയിന്റ്. കളി മാറേ. അടിക്കാൻ പറ്റില്ല. ഞങ്ങള് ഡോമിനേറ്റ് കണ്ട ഓരോ സീൻ ഇവിടെ എന്തൊക്കെ പരിപാടി കേട്ടാ. കണ്ടാ, ഇന്ന് നടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന് കയറിപ്പോ അമ്മാനെ നടക്കണമെന്ന് ഊഞ്ഞാൽ നടന്നുണ്ട്. ബയൽവാൻ
പേടിനകത്ത് പേടി കണ്ടിട്ടാ. ഹഷേ ചവിട്ടങ്ങട്. ആ പേടിച്ച് പേടിച്ച് പിയാതെ നോക്കി താഴെ പോ നിങ്ങളോടെ വരും. അതായത് ഞങ്ങളങ്ങനെ എൻ്റെ പൊക്കത്ത് നിൽക്കണം. അമ്മാൻ അവിടെ താഴ്ന്നു ഊഞ്ഞാലാണ് കേട്ടാ. അമ്മാര് പോയി അമ്മാൻ്റെ അവിടേക്ക് അമ്പരി. അപ്പം ഞങ്ങൾ ഇനി ഇവർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ കൂടെ നടന്നു നോക്കാം. ജസ്റ്റ് ഒന്ന് മഹാദേവൻ വീഡിയോ എടുക്കും അല്ലേ? മഹാദേവ നടക്കാൻ പോണാ. ഗൈസ്, വയനാട്ടിലെ ഒരു ആക്ടിവിറ്റിയാണിത്, സ്കൈ വാക്ക്. അപ്പോൾ അതിൽ നമ്മുടെ മഹാദേവനും അബുവും ഒരുമിച്ച് കപ്പിളായി നിന്ന് ആടുന്നു. അവർ രണ്ടാളും ആട്ടുകയാണ്. ഗെയിമർ വേറെ വീഡിയോ ചെയ്യുന്നു. ഇത് ടൈറ്റാനിക്കാ. അവർ രണ്ടാളും ഒരുമിച്ച് ആടുകയാണ്. അബൂദ ഒന്നാമത് എത്തിയിരിക്കുന്നു. യെസ്, ഫൈനലി മഹാദേവൻ അവരൊന്നിച്ചിരിക്കുന്നു. എൻ്റെ അമ്മേ, മഹാദേവന്റെ ചാട്ടം കാരണം അപ്പുറത്ത് നിൽക്കുന്ന പെമ്പിളർ വരെ പേടിച്ചു. മഹാദേവൻ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. 2 മണിക്കൂർ എടുത്തേ ഉള്ളൂ. ആട്ടനായകൻ. ഞാൻ നേരത്തെ എത്തിയില്ലേ, ഹൈറ്റ് പേടിക്കരുത്, നമ്മള് പേടിയില്ല. ഗൈസ്, എത്ര ഹൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടില്ലേ, ഷട്ടിൽ കോട്ട്. താഴെ നിൽക്കുന്നത് ഷട്ടിൽ കോട്ടാണ് ഗൈസ്. ഇതാ ഇപ്പോൾ സൂം ചെയ്യുന്ന ഷട്ടിൽ കോട്ടാണ്. നമ്മൾ നല്ല ഉയരത്തിൽ, ഞങ്ങൾ 4 ഫ്ലോർ കയറി വന്നു. കണ്ടില്ലേ ഇവിടുത്തെ സീനറി കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ സീനറി. നമ്മൾ നല്ല ഹൈറ്റിലാണുള്ളത്. ഗൈസ്, അങ്ങനെ അറ്റ്ലാസ്റ്റ് റൂം സെറ്റായി. ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് സെറ്റായിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം 3 ആയി. 2 മണിക്കാണ് ചെക്കിങ്, പക്ഷെ 3 ആയി. പിന്നെ ഫുഡില്ല. ഇവിടുത്തെ റിസപ്ഷൻ, ഇവിടുത്തെ മറ്റേ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഫുഡിന് ഓർഡർ ചെയ്യണം. അപ്പോൾ അമ്മ റൂം കൊണ്ട് പോവാം. അപ്പോൾ ഞങ്ങളൊന്ന് റൂമിൽ തുടങ്ങി. ഓക്കെ, തന്നെ റൂമിട്ട് കയറുവാണ്. റൂം എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടിയില്ല കേട്ടാ. ഇവിടെ ആംബിയൻസ് കൊള്ളാം കേട്ടാ. ഇവിടെ മോനെ ഇവിടെ ബാത്ത് ടബ്. ഞാൻ ഇവിടെ 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 ഇത് എനിക്കുള്ള സ്ഥലം. കുളിക്കും ഞാൻ ഇവിടെ. മോനെ സീനറി വെക്കണ്, അപ്പോൾ ഗൈസ് രാവിലെയായി. ഉറക്കൊക്കെ ഇടിച്ച് ശരിയായ ഉറക്കം. രാത്രി മഴ പെയ്തു, ഭയങ്കര ഉറപ്പായിരുന്നു. അപ്പോൾ 6:45 ഞങ്ങളവിടെ കറക്റ്റ് ഇട്ട് നിൽക്കരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി മുട്ടുക്കത്ത് വീഴുക കാണിച്ചു തരാം. എന്നിട്ട് അങ്ങനെ വ്യൂ ഒക്കെ കണ്ടില്ലേ? നൈസ് വ്യൂ കേട്ടാ, കൊള്ളാം. റിസോർട്ട് ഞാൻ വിചാരിച്ചതിനെക്കാട്ടും സൂപ്പറുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡും കഴിച്ച് ഇറങ്ങി നേരെ ഊട്ടിക്കാണ് പ്ലാൻ. ഊട്ടിയിൽ ഈ പാസ് എടുത്തിട്ടുണ്ട്, ഈ പാസ് എടുക്കണമല്ലോ. അപ്പോൾ ഈ പാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ പേടിക്കണുണ്ട്, കണ്ണെനിക്ക് തുറക്കാൻ വേണ്ടില്ല ഉറക്കത്തിൻ്റെ ഇത്. അപ്പോൾ ഈ പാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇതുവരെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ റൂം ബുക്ക് ചെയ്യും. നാളെ ഇന്ന് പോയി അവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ മൊത്തം അവിടെ കറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് കൊടൈക്കനാൽ പോകാമെന്നാണ് പ്ലാൻ. കൊടൈക്കനാൽ ഈ പാസ് എടുത്തിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, ചിലപ്പോൾ പോകും ചിലപ്പോൾ പോവില്ല. അപ്പോൾ ഇനി ബാക്കി അങ്ങോട്ട് പോകുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ്, ഞങ്ങളോട് ഇറങ്ങാണ്. സമയം ഇറങ്ങാൻ സമയം. ഇവിടെ നേരെ എങ്ങോട്ട് പോകണം? ഊട്ടി. നേരെ ഊട്ടി. അപ്പോൾ നമ്മളിവിടെ നിന്ന് ചെന്ന് ഊട്ടി. ഇന്നവിടെ സ്റ്റേ അടിക്കും. ഇന്നവിടെ സ്റ്റേ അടിക്കും. അത് കഴിഞ്ഞിട്ട് നാളെ ഫുള്ള് ഊട്ടി ഇറങ്ങിയിട്ട് പിന്നെ വീട്ടിട്ടോ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ട്. കൊടൈക്കനാല് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇറക്കിയവർ ഒരു ഡ്രസ്സ് ഇറക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറണം. വെറുതെ സ്റ്റുഡിയോയിൽ കയറി ഇറക്കിയവറിന് വേണ്ടി ഡ്രസ്സ് എടുത്തിട്ടോ. ഇറക്കിയവറൊന്ന് കുട്ടപ്പനാക്കി ഞാൻ കണ്ടോണ്ട്. ഞാൻ ഇറക്കിയവരുടെ തുടങ്ങാൻ ഡ്രസ്സാണ് കേട്ടോ. ഇറക്കിയവർ ഞാനൊരു ശരിയായ ഫുൾ സ്ലീവൊക്കെ എടുത്തിട്ട് ശരിയാക്കി കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഊട്ടി
പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എവിടെ കൂടല്ലൂർ, ഗുണ്ടല്ലൂരിലേക്ക് പോകാൻ ഇനി 6 കിലോമീറ്റർ മാത്രം. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് ചായക്കട കയറി ഗൂഡല്ലൂർ മാറിപ്പോയി. ചായ അടിക്കാൻ കയറി കാണാം. നല്ല സംഭവമാണ്. മാൻകുട്ടികൾ, കുറേ മാൻകുട്ടികൾ, കുറേ മാനുകൾ. ഒരു നാട്ടിൽ അടുത്ത് നല്ല മാനേട്ടാ. ഈ റൂട്ടുണ്ടല്ലോ, ശരിയായ റൂട്ടാ കൈ. മോനെ ഇവിടെ ഒരു കൊമ്പ് വെക്കടാ. കാട്ടുകോഴി കൈസ്, മസാല കൊണ്ടിൽ കാട്ടുകോഴി. അത് മറ്റേ സാധനം വരുത്തുന്ന, അല്ല മറ്റേ ഇത് ബാക്കിൽ മറ്റേത്. എടാ അത് കാര്യം. ഹോണിക്കല്ലേ 2 ആനയുണ്ട് അവിടെ. പൊട്ട 2 പേരുണ്ട്. ശരിയായി കുറങ്ങൻ ബ്രദർ. തിരിഞ്ഞോക്കി അല്ലല്ലേ സിംഹാലനൊന്നല്ല. അതിന്റെ വാലോ കൂടെ ഇതാണ് ഗൈസ് നമ്മളെല്ലാവരും വീഡിയോ കാണുന്ന പോലെ മസനഗുഡി. ഇതാണ് മസനഗുഡി വില്ലേജ്. വില്ലേജ് അല്ല, ടൗൺ എന്ന് പറയാലോ. പശുമ്പ അമ്മേ ഹോണിക്കല്. ഫ്രണ്ടില് ബോർഡർ തട്ടി കട്ടി ചന്തി കൂടെ വരച്ചോട്ടൊക്കെ പോട്. പശുമ്പൊന്ന് സൂചിച്ചുണ്ടാവും. പശു ചായയൊക്കെ ചോദിക്കണം കടക്കകത്ത്. കൊണ്ടുപോയ പാല് വേണോന്ന് ചോദിക്കാനായിരിക്കുമല്ലോ. അയ്യോ. അപ്പൊ കഴിച്ച ഒരു റൂം 2 എടുത്തിട്ടുണ്ട്. അതിനൊക്കെ അപ്പോൾ റൂം 2 എടുത്തിട്ടുണ്ട്. ഒരു എത്ര 2600 രൂപയ്ക്ക് ശരിയായ റൂമുണ്ട്. കുഴപ്പമില്ലാത്ത റൂമാണ്. ഊട്ടിയിൽ വരുമ്പോൾ കാണുന്നുണ്ടോ അമ്മ? കാണുന്നുണ്ടോ? ആ അത്ര അതുള്ളൂ. ജയിച്ചു പറയൂ. ബാക്ക് നമ്മൾ ജയിച്ചു. പറന്നു നമ്മൾ പറന്നു. കണ്ടു നമ്മൾ കണ്ടു. നമ്മൾ ജയിച്ചു. അപ്പൊ ഗൈസ് ഞങ്ങളിപ്പോ ബോട്ട് ഹൗസ് എന്തോ ഊട്ടിയിലേക്ക് ഇട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ബോട്ടിൻ്റെ എന്തോ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് കയറാം. നോക്കാം, കയറി നോക്കാം. അങ്ങനെ വെൽക്കം ടു ഊട്ടി എന്ന് പറഞ്ഞിട്ട് അതന്നെ വെൽക്കം ടു ഊട്ടി മോട്ടോർ ബോട്ട് കയറിയല്ലോ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് കുതിരക്കൂട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. അപ്പോൾ നേരെ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോകാം. സ്പോൺസർ
ബോട്ടിൽ കയറണോ? ഈ സാമാൻ പറയുന്ന ബോട്ടിൽ കയറണമെന്നാണ്. നമ്മളിവിടെ അവിടെ കുറച്ച് ഗസാൽസ് നിൽക്കുന്നത്, അപ്പോൾ നമുക്ക് നോക്കില്ല. ഞങ്ങൾ പണ്ട് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഈ ഒരു ഗോസ്റ്റ് ഹൗസ് കയറിയിട്ടുണ്ടായിരുന്നു. അതൊരു ശരിയായിരുന്നു. ഫ്രണ്ട്സൊക്കെ കാണുവാണെങ്കിൽ ഇവർക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, കാണുവാണെങ്കിൽ. അപ്പോൾ ജസ്റ്റ് നൈസൊരു മെമ്മറി ഉണ്ട്. വെള്ളക്കുതിര അവിടെ മഹാദേവ ഏത് കുതിരയുടെ കയറുള്ളൂ? മഹാദേവൻ്റെ RDRലെ കുതിരയുടെ കയറുള്ളൂ. ഉള്ളി ബാദ്ഷ RDRലെ കുതിരയുടെ മാത്രമേ കയറുള്ളൂ. വേറെ കുതിര കയറിയ പണങ്ങൂലേ? അപ്പം ശരി, ബൈ ബൈ കുതിരേ. ബൈ. ഇറങ്ങിയവരുടെ കുതിരനെ കയറ്റി വിട്ട് എന്നെ കയറ്റി വിട്ട് ഇറങ്ങിയവർ എന്നെയും കുതിരനെ കയറ്റി വിട്ട്. ഇറങ്ങിയവർ വീട്ടിൽ കുതിരയിൽ പോകും. അപ്പോൾ ഞങ്ങൾ ബോട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്നതിൽ ആകെ കയറിയത് കുതിരയിൽ മാത്രമാണ്. നൈസായിരുന്നു. കുതിരപ്പുറം ഗൈസ് അടിപൊളിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ കയറണം. എനിക്ക് നല്ല പേടിണ്ടായിരുന്നു കയറാൻ, പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. 100 രൂപയുള്ളൂ. അപ്പോൾ ഒരു തവണയൊക്കെ കയറി കഴിഞ്ഞാൽ വലിയ സീനൊന്നുമില്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. നൈസാണ്. അപ്പോൾ പിന്നെ അടുത്ത നമ്മൾ പൈൻ ഫോറസ്റ്റിലാണ് പോകണത്. അപ്പോൾ അങ്ങനെ അവിടെ പോണ കാഴ്ചകളാണ്. ഗൈസ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് പൈൻ ഫോറസ്റ്റിനകത്ത്. നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്. നടപ്പുണ്ട്. ഇതിലും തിരക്കുള്ള ദിവസങ്ങൾ കണ്ടിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. അവൻ മറ്റേ മഞ്ഞുമൽ ബോയ്സ് കളിക്കാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ PRD കുതിരക്കൊട്ടലിൽ കയറണമെന്ന് അല്ലേ പേടി? അപ്പോൾ ഞങ്ങളടുത്ത ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇനി പോവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ കാറിൽ പോയിട്ട് നോക്കാം. ഒരു സ്ഥലം നോക്കി കിട്ടിയിട്ടുണ്ട്. ഇവിടെ കൊള്ളാങ്കട പോവാം, ദൂരമില്ലെങ്കിൽ അല്ലെങ്കിൽ പോണ വഴിക്ക് പോവാം. ഓക്കെ, അപ്പോൾ കാരൊക്കെ പോയി കാണാം. ബൈ. അപ്പോൾ ഞങ്ങൾ ബൊട്ടാണിക് ഗാർഡനിൽ കയറിയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ കയറുമ്പോൾ ഒരു കവാടം പോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൈസ് അങ്ങനെ ആ കവാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിസ്നിലാൻഡായിട്ടാണ് നമ്മൾ ചെല്ലണത്. ഡിസ്നി വേൾഡ് മറ്റേ റാവന്നം 26th ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് 120 സോറി മൈ ബാഡ്. ഫ്ലവർ ഷോ ഗസലിലെ കണ്ട മതിയാക്കെ പോയത്. പ്രത്യേകിച്ചൊന്നും ഇല്ല, കുറെ പൂവുണ്ട്. ബാക്കിലൊന്നും ഇല്ല, പൊള്ള നേരിട്ട് കാണുന്ന വിശ്വസിക്കുന്ന കൊള്ളാം അല്ലേ? പറയാൻ പറ്റേ ഞങ്ങള് ബോട്ടായിക്കാളിലാണെങ്കിൽ അവിടെ നേരെ വേറൊരു ചോക്ലേറ്റ് ഫാക്ടറി അങ്ങോട്ട് പോകുന്നുണ്ട്. ടീ ഫാക്ടറി അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു എന്താ സ്ഥലത്തിന് പേരെന്താ? ഡെട്ടാപുട്ട പീക്ക് പറഞ്ഞിരുന്നൊരു സ്ഥലത്തൊന്നുണ്ട്. ഡോലക്പൂർ. അപ്പോൾ നമുക്കിവിടെ ചോട്ടാബീനം കാണാമെന്നാണ് ഇറങ്ങിയവർ പറയുന്നത്. ടുണ്ടുനാണ്ടിനെ ടുണ്ടുനാണ്ടി. അപ്പോൾ കഴിച്ച് നമ്മളെ ചോക്ലേറ്റ് ഫാക്ടറി ഇറങ്ങി അവിടെ നിന്നാണെങ്കിൽ കുറച്ച് നേരമായി. ഉടുക്ക് തണുപ്പോട്ടെ. എൻ്റെ മോനെ അവിടെ കോടയാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ പോണെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ എന്തൊരു പീക്കാണ്, ഞാൻ അവിടെ കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങോട്ട് കേട്ടോ, ഉടുക്ക് തണുപ്പാ. ബൈ. കഴിച്ച് ഞങ്ങളിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യാൻ പോകണം. ഇവിടെ ഒരു ഷീറ്റൊക്കെ ഇട്ടിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. കൊള്ളല്ലേ? പീക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പീക്കാ. മലവഴി കയറി നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പീക്കാം. മലവഴി കയറി വന്നു കഴിഞ്ഞാൽ വല്ല മലവേടം കൊണ്ടു. സെപ്പറേറ്റ് ആവണം, ഡൈവേഴ്സ് ആവണം. നിങ്ങൾ എൻ്റെ കൂടി കോഴിക്കോട് പോകാൻ വയ്യ. അപ്പോൾ ഇവർ നേരെ പോയി കഴിഞ്ഞാൽ പീക്കിലെത്തുന്നാണ് പറയാം. പക്ഷേ ഇവിടെ പീക്ക് വ്യൂന്ന് വേണ്ടി ഇവിടെ കയറ്റിക്കൊണ്ടൊരു ഒരു കിണ്ടിയില്ലാടാ. പീക്ക് അവിടെ അവിടെയാണെന്ന് തോന്നുന്നു പീക്ക്. എന്തായാലും കൊള്ളാം, നാളെ നടപ്പുണ്ടാ. ഞാനീ ഓട്ടമുള്ള ഷർട്ട് ഇട്ടിട്ട് ഒരു സീൻ എന്താണെന്നറിയോ? ടിക്കറ്റ് ഉണ്ടാ 50 രൂപ ടിക്കറ്റ്. അമ്മൻ 50 രൂപ കൊടുത്തത്, 50 രൂപ തിരിച്ചു വന്ന്. എടി ഇതൊക്കെ രസമല്ലേ? കോമഡിയാ കേട്ടാ. 50 രൂപ കൊടുത്താൽ 50 രൂപ തിരിച്ചു വന്ന്. നമ്മുടെ വ്യൂ ആണോ ഗൈസ്?
ആണ് പീക്ക് എന്നാണ് പറയണത്, പക്ഷെ കാടാണ് മൊത്തം, പീക്കിനായിട്ടൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഈ സ്ഥലത്ത് ഞങ്ങൾ പോവാണ്. ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അരമണിക്കൂർ ഇപ്പോൾ തീർന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം, നേരെ തന്നെ വീട്ടിലായിരിക്കും. ഞാൻ ലാസ്റ്റ് ലൊക്കേഷൻ നോക്കി തോന്നാൻ ഒരു വാട്ടർഫാൾസും കൂടി ഉണ്ട്, അത് കാണാൻ പറ്റുമെങ്കിൽ കാണാം, അല്ലെങ്കിൽ നേരെ വീട്ടിൽ ഉണ്ട്. ഇതാണ് വഴി. അപ്പോൾ കഴിച്ച് ഇതാണ് മറ്റേ വ്യൂ പോയിന്റിന് മറ്റേ സ്ഥലം. ഇവിടെ നല്ല കോട ഇറങ്ങുന്നുണ്ട് മോനെ, മഴ പെയ്യാനുള്ള ഇടിയൊക്കെ ഇട്ടുണ്ട് മോനെ, നൈസ്. ഇവിടെ നിന്ന് ഞങ്ങളിനി കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് നേരെ വണ്ടി പോയി കയറാം. മഴ ഉണ്ട്, തുള്ളിയൊക്കെ വീഴുന്നുണ്ട്. ചേഞ്ച് ഓഫ് പ്ലാൻസ്. മിക്കവാറും നമ്മൾ നാളെ കൊടൈക്കനാൽ പോകില്ല, നമ്മൾ ഇവിടുന്ന് നേരെ സ്ട്രേറ്റ് വീട് പോകാനുള്ള പ്ലാനാണ്. കാരണം അമ്മാനെ വീട്ടിൽ പോകുന്ന കാര്യം തുടങ്ങി. എനിക്ക് ഇന്ന് 4 ദിവസമേ ഉള്ളൂ. 4 ദിവസം 7 ദിവസം 4 ദിവസം 7 4 എക്സ്റ്റെൻഡ് ആയോണ്ട് എക്സ്റ്റെൻഡ് ആയില്ലേ ഇപ്പം, അപ്പോൾ പിന്നെ പറയാൻ പറ്റേ പറയില്ലേ. അപ്പോൾ ഞങ്ങളൊന്ന് നേരെ പോട്ടെ, മഴ പെയ്തേട്ടാ, ഞങ്ങൾ പോട്ടെ വേമ്പളെ പോയി. ഗൈസ് മഴ വന്നുകൊണ്ട് നല്ല കോട കിട്ടുന്നുണ്ട് കേട്ടാ. ആ മോനെ ബാക്കിൽ കാണുന്നുണ്ടോ, കുന്തിരിക്കം പോച്ചല്ല, കോടയാണ്. അടിപൊളി. എടാ ഞാൻ ഈ ഓട്ടോ ഡ്രസ്സിൽ ഉണ്ടല്ലോ, ഓ എടുക്കണ വിട്ടരുത്, പ്രതീക്ഷിക്കാതെ കിട്ടി കോടയാ. നല്ല കോടുണ്ട്, ചെറിയ മഴ അടിക്കുന്നുണ്ട്. ഗൈസ് അപ്പോൾ നമ്മുടെ ഊട്ടി ഇവിടെ വെച്ച് തീരുവാണ്. നമ്മളിനി നേരെ വീട്ടിട്ട് എനിക്കോണ് ഞാൻ വീട്ടിൽ ചെന്ന് എൻഡ് ചെയ്യാം, പക്ഷേ എന്നാലും ഇവിടെ ഒരു ഔട്ട്രോ. ഒരു ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ദിവസം മറക്കാൻ പറ്റാത്തൊരു 3 ദിവസം. അബുവിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ ഒരു വ്ളോഗ് വേണമെങ്കിൽ കമന്റ് ഡൗൺ. 3 ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഈ 3 ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു, അതും കമന്റ് ഡൗൺ ബിലോ. ഞാൻ അതും കമന്റ് ചെയ്യണ്ടേ? എന്റെ അഭിപ്രായമാണോ? ഗൈസ് ഈ 3 ദിവസം കുഴപ്പമില്ലായിരുന്നു. ഇല്ല ഒരു നീയല്ല പോണത്, അപ്പൊ നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അത് എന്റെ അവസാന യാത്രയാണ് ഈ ഈ വർഷത്തെ ലാസ്റ്റ് ഡേ ട്രിപ്പാണ് ഇത്. നമ്മള് വിയറ്റിലേക്ക് പറക്കുകയാണ്. ഗൈസ് അമാനൊരു സങ്കടം പറഞ്ഞപ്പോൾ നമ്മൾ അവന്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു 3 ദിവസം? ഞാൻ അടിച്ചു പൊളിച്ചു, മനസ്സ് നിറഞ്ഞ്. എനിക്ക് സമാധാനത്തോടെ എന്തായാലും ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. നാട്ടില് 10 സെക്കൻഡിനുള്ളിൽ വേർക്കുന്നതാണ്. ഇവിടെ ഞാൻ തണുപ്പ് നല്ലോണം ആസ്വദിക്കുന്നു. സത്യം. അപ്പോൾ എന്തായാലും ഈ മെയ് മാസം ലീവ് നിങ്ങൾ മിസ് ചെയ്യണ്ട. പറ്റുമെങ്കിൽ ഊട്ടിയിലൊക്കെ ഒന്ന് കറങ്ങാം, നല്ല തണുപ്പുണ്ട്. ഈ പാസ് എടുക്കണം കേട്ടോ. വയനാട് പ്ലീസ്, വയനാട് പോരുത്. വയനാട് നല്ല ചൂടാണ്. പ്ലീസ് വയനാട് കൂടാ. ഊട്ടിയിലേക്ക് വന്നോ? ഊട്ടി ബസ് വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക, നീലഗിരീസിന്റെ പാസ് എടുക്കണം, ഫ്രീ ആണ്. എടുത്താലേ ഉള്ളൂ കേട്ടുള്ളൂ. അല്ലെങ്കിൽ തമിഴ് തമിഴ് മക്കൾ നിങ്ങളെ റോഡിന് നടുവിന്ന് പാസ് എടുപ്പിക്കും വിത്ത് ഹൈ അമൗണ്ട് റേറ്റ്. ഞാൻ വണ്ടി കേട്ട് ബാക്കി പറയാം. ഞങ്ങൾ പറഞ്ഞോണ്ട് മഴ വന്നോണ്ട് നമ്മൾ വണ്ടിക്കത് കയറി. അപ്പോൾ മഴയായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പറങ്ങുവാണ്. വൈറ്റ് കേബിൾ ഇരിക്കും. നേരെ നമ്മൾ ഇനി എനിക്കോണം കോഴിക്കോടാന്ന് തോന്നുന്നു. അപ്പോൾ നേരെ ക്യാമറ വീട്ടിലാക്കിയിട്ട് PID ട്രെയിൻ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിട്ട്. അപ്പോൾ എന്തായാലും ഈ സീരീസ് ഇവിടെ തീരുമായിരിക്കും. നമുക്കെന്നാ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ഗൈസ്, എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ബൈ ഗൈസ്, ബൈ.